ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ച് ആൻഡ് റിവാച്ച് വിത്ത് ഐഡ. അപ്പോൾ ഇന്ന് ഈ നട്ടപ്പുരയിലെത്ത് ഞങ്ങൾ മൂന്നുപേരും കൂടി ഈ പട്ടിശുവും കാണിച്ചുകൊണ്ട് പോകണത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 29-നായിരിക്കും. അപ്പോൾ ഇത് 26 എടുത്ത വീഡിയോ. സോ 26 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ കാണിച്ച കുറച്ച് മണ്ടത്തരം, പിന്നെ കുറച്ച് അലഞ്ഞ തിരിയൽ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. ആസ് യൂഷ്വൽ എൻ്റെ ആദ്യത്തെ പട്ടി ഷോ TTCക്കകത്തായിരുന്നു. TTC വിട്ട് ഒരു കളി എനിക്കില്ല. സോ അപ്പം നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ ആരുമില്ലായിരുന്നു. ആ ബസ് കുറേ നേരം അവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ആ 24ൻ്റെ ബലൂണും വെച്ച് കുറച്ച് പട്ടി ഷോ ബസ്സിനകത്ത് ആവാമല്ലോ. അങ്ങനെ ബസ്സിനകത്ത് കുറച്ച് പട്ടി ഷോയും കഴിഞ്ഞ് പിന്നെ ബസ്സെടുത്തു. ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെന്ന് തോന്നുന്നു പുള്ളി ബസ്സെടുത്തത്. പിന്നെ അതിലിരുന്ന 24-നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് എൻ്റെ കൂടെയുള്ള ആ കുരുപ്പിനെ കണ്ടോ, ആ വൃത്തിയായിട്ടവളാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ 24 ആവുള്ളൂ. അതൊക്കെ 24 പിടിച്ചുകൊണ്ടിരുന്ന എന്നെക്കൊണ്ട് അവളത് പിന്നെയും മാറ്റി 42 ആക്കിച്ചു. ഞാൻ മന്ദബുദ്ധി, ഞാനത് വിശ്വസിച്ച് അത് പിടിച്ചു. ഇതാണ് ഇതിനെയൊക്കെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്നെ വേണം ആദ്യം പറയാൻ. ഒരു വട്ടിനെ സഹിച്ച് ഞാൻ ഒരു വഴിയായപ്പം എനിക്ക് അടുത്ത വട്ടിനെ കൂടെ കിട്ടി ഗൈസ്. അതാണ് പാർവതി വിജയ്. ഈ ചെറുതിനെയൊക്കെ ആരുടെ ഞാനിടയ്ക്ക് പറഞ്ഞു വിട്ടത്? ഇനി തുടങ്ങുന്നത് റോസ്റ്റ്. ഇനി അങ്ങോട്ട് റോസ്റ്റുകളായിരിക്കും. എന്നെ കാണിക്കുന്നേ ഇത്രയും പൊക്കം വെച്ചിട്ട് എന്റെ കൂടെ കാണിക്കാൻ നാളല്ലേ? വൈറലാവുന്നതിന് മുമ്പുള്ള ഇനി പറയാനുള്ളതെല്ലാം സ്റ്റാർബക്സിൽ പോയാലോ? എന്താ അഭിപ്രായം? ചായ കുടിക്കാൻ എനിക്ക് ഫ്രീ ഡ്രിങ്ക് കിട്ടുന്നു. ആണോ? നമുക്ക് മേടിക്കാടി. എല്ലാവർക്കും കൂടെ കിട്ടും. പക്ഷെ ഞാൻ വിചാരിച്ച ഞാൻ ഏറ്റവും വലിയ എനിക്ക് മനസ്സിലായി കൊച്ചിന്റെ പൈസ പോയിട്ടുണ്ട്. ഫുഡ് മേടിച്ചു. കുറച്ച് വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് വിഷമം ഒരു 3-4 മാസം മുമ്പ് തോന്നിയില്ല. അടുത്ത വിഷമം നിനക്കാ. നിന്റെ കാര്യം നിനക്ക് ജോലി ഇല്ലാണ്ട് വെറുതെ വിട്ടു. അടുത്ത വിഷമത്തിന് ഞാൻ അവളുടെ കെട്ടിയോ കെട്ടിയോരില്ല. നിനക്കാ ചെലവ് കൂടുതല്. ഞാൻ പറയട്ടെ, ഞാൻ നിന്റെ ആരാ? ചേച്ചി. അതെ, ഞാൻ നിന്റെ ചേച്ചി ആകുമ്പം കണ്ണൻ ചേട്ടൻ നിന്റെ ചേട്ടൻ തന്നെ. അപ്പൊ നിന്റെ ചേട്ടന് ബിരിയാണി മേടിച്ചു കൊടുക്കണ്ടേ? ഇവിടെ ചേട്ടത്തില്ലേ? മൂത്ത ചേച്ചിയല്ലേ? എന്റെ കെട്ടിയോനും നീ വേണ്ട മേടിച്ചേരെ. ഇപ്പഴേ നീ സ്വരുക്കൂട്ടി വെച്ചു. സെഫോറയിൽ എൻ്റെ ഫ്രീ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ STCയിൽ. പക്ഷേ ബാത്ത് ആൻഡ് ബോഡി കണ്ടപ്പം ഇവളന്മാർ കാലുവരി. ഇവളന്മാർ മറ്റേ കാന്തൊക്കെ വെച്ച് അട്രാക്ട് ചെയ്യുന്നത് പോലെ ബാത്ത് ആൻഡ് ബോഡിയുടെ സൈഡിലോട്ട് പോണതുണ്ട്. പിന്നെ അവർ സെഫോറയൊക്കെ മറന്നുപോയി. ഞാൻ പെർഫ്യൂം അടിക്കാൻ മറന്നു. പക്ഷെ കൈ എവിടെയോ മുറിഞ്ഞിരിപ്പുണ്ട്. നന്നായി. കിട്ടും അതുകൊണ്ട് ബാക്കിലുണ്ടോണ്. കിട്ടും. എൻ്റെ ഫ്രണ്ട് ഒന്ന് മേടിച്ച ടേപ്പായിരുന്നു ഗൈസ്, ഒരു മുട്ടൻ ടേപ്പ്. അവരുടെ ഫ്രീ ഗിഫ്റ്റ്സ് എല്ലാം തീർന്നു. അവർ ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. നിങ്ങൾ എന്നാ മേടിക്കാൻ വന്നോ? എന്നെ കൊണ്ട് അപ്പൊ നമ്മളെവിടെയാണ് പോകുന്നത്? അപ്പൊ നമ്മളെവിടെയാണ് ആദ്യം പോകുന്നത്? നമ്മള് ആദ്യം കേക്ക് മേടിക്കാൻ. അവർക്ക് കേക്ക് മേടിക്കാൻ.
എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ എന്നെ കൊണ്ട് തന്നെ പോകുന്ന ഒരു പ്രത്യേകതരം സൈക്കോളാണ് എൻ്റെ ഫ്രണ്ട്സ്. അവളന്മാർ തന്നെ എൻ്റെ ഫോണും കൊണ്ട് പോയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചതാണിത്. ഇത് ഞാൻ ഇപ്പോഴാണ് ഈ സാധനമൊക്കെ കാണുന്നത്. ഇത് എന്നെ കാണിച്ചിട്ടില്ല. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി കേക്ക് മേടിച്ച ടീമാണിത്. ചേച്ചി ഡൈവേർട്ട് ആവാൻ പോകാൻ പാടില്ല. ഓഫർ ഇട്ടേക്ക് 2 ടെന്നിന് 2 ടെന്നിന് ഇവരെപ്പോഴും ഇവിടെ ഇങ്ങനെ ഇടും. അത് പന്നലായതായിരിക്കും. ഗിഫ്റ്റാണോ? അങ്ങനെ ഞങ്ങൾ കേക്ക് മേടിച്ചു. അവിടെ കുറേ ബാസ്ക്കറ്റിൽ കുറേ സാധനങ്ങൾ നിറച്ചു. ഇനി നമ്മൾ പോകുന്നു. അടുത്തു അങ്ങോട്ട് പോയതിനൊക്കെ കഴിഞ്ഞ് കഷ്ടമായിരുന്നു കേസ്. ഒടുക്കത്തെ തിരക്കായിരുന്നു ബസ്സിൽ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എവിടെ നോക്കിയോ ഒരു സീറ്റ് കണ്ടുപിടിച്ചു. പാർവതി വിജയ് എങ്ങാണ്ടൊക്കെ കളഞ്ഞു. ലൈക്ക് അവളെവിടെയോ പോയിരുന്നു. അവൾ കുറേ അപ്പച്ചന്മാരുടെ കൂടെ പോയി അവിടെ ഇരിപ്പുണ്ട്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ തോന്നുന്നു കേട്ടോ. ഏതാണ്ട് കാട്ടി കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, അതായത് ഫുഡ് അടി. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ബിരിയാണി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അത് ഇവളുമാർ രണ്ടും കൂടെ മുതലാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിവേ ഞങ്ങൾ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് കല്യാണ ബിരിയാണി. അപ്പോൾ പിന്നെ രണ്ടും നടക്കുമല്ലോ, ബിരിയാണി മേടിക്കാം, ഇതും ട്രൈ ചെയ്യാം. സോ അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കല്യാണ ബിരിയാണി ആക്കി. അത് ഈ വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ല നല്ല സ്മെല്ല്, അത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. ആൻഡ് സംഭവം നൈസായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തുവാ ഇത്? അതാണ് കേക്ക്. ഇത് ഞങ്ങൾക്ക് തിന്നാളോ, എനിക്കിത് യാതൊരു ബന്ധവുമില്ല. എടേ എൻ്റെ ബർത്ത്ഡേ ആളേ, പങ്കില്ലെന്ന് പറ. ഞങ്ങൾ മുറിക്കട്ടെ. മുറിയടി നീ കഴിച്ചില്ല, ഞാൻ ബോളില്ല. കേണ്ടില്ല കാണാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അല്ല ഊരുന്നതാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ബ്ലാസ് യു. ഇവളല്ലേ പറഞ്ഞ മുറി തരുന്നത്, എന്റെ കേക്കിന് കുറ്റം പറഞ്ഞുകൊണ്ടല്ലോ. അത് എത്ര നേരമായിട്ട് വെളി വെച്ചിട്ടാ. ഹാപ്പി ബർത്ത്ഡേ. 25 വയസ്സായി. 24 വയസ്സേ ഉള്ളൂ. നീ പോയി മേടിക്കും. അയ്യയ്യേ, എന്തൊരു അടിയാണ് നടക്കുന്നത് കേക്കിന് വേണ്ടിട്ട്. കുട്ടികൾക്കൊന്നും അടി വേണ്ടടി ഇവിടെ അവള് വീട്ടിൽ ബസ്സിന് പോകണ്ട കൊച്ചാ. നിന്നൊക്കെ നല്ല വിശ്വാസം. മുഖത്ത് മുഴുവൻ കുരു ഇതിനകത്ത്. നോക്കിയാ നീ നോക്കി ഇല്ലേ, നോക്കി ഉണ്ട്. അതിനുള്ള ഇങ്ങനെ നേരിട്ട് കാണുമ്പില്ല. അല്ല, അത് എന്താ ചുമന്ന പാടുകളാ. വീഡിയോയിൽ ഫുൾ ചുമന്ന. അത് ചുമന്നതാണോ? മലർ മിസ്. ഈ 3 ഫ്രണ്ട്സ് ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ ഈ റോസ്റ്റ് മുഴുവൻ മേടിച്ച് കൂട്ടുന്ന ഒരുത്തം കാണുമല്ലോ, അതാണ് ഈ കുട്ടി. കുട്ടിക്ക് മലയാളം അറിയത്തില്ല. കുട്ടിയെ കൊണ്ട് ഞങ്ങൾ മലയാളം വായിപ്പിക്കുകയായിരുന്നു. ആൻഡ് കുട്ടി മലയാളം വായിക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാം. മഞ്ഞ് പ്രയോഗമുണ്ട്. മലയാളം നിനക്ക് നാട്ടിൽ നിന്ന് അറിയത്തില്ലത്തോടെ നീ മറന്നുപോയതാണോ? ഒന്നുമില്ല, ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. വെറുതെ വായിച്ച് അടുത്ത വായിച്ച്
ഗൈസ്, എനിക്ക് നാട്ടിൽ നിന്ന് ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. താങ്ക് യു. ഈ ഉടുപ്പാണ് അനിയൻ നാട്ടിൽ നിന്ന് കൊണ്ടു തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതായിരുന്നു ആ പെട്ടിക്കകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. അതാരെന്ന് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഉള്ള വീഡിയോയിൽ പറയാം, ഇപ്പം പറയാറായിട്ടില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതായിരുന്നു. ആൻഡ് സംഭവം കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു, കാരണം ഞാൻ ഇങ്ങനൊരു സംഭവം എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഇത് ഓർത്ത് വെച്ച് ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടും എന്ന സംഭവം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. സോ ഇത് ടോട്ടലി സർപ്രൈസിങ് ആയിട്ടൊരു സംഭവമായിരുന്നു. Thank you for watching Irida's channel. Watch and rewatch it.